പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ സാബത്ത് ദിനം ഒരു അനുഗ്രഹത്തിന്റെ ദിനമായി മാറട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 16-ാമത്തെ തിരുവചനമാണ്. വചനം വെളിപ്പെടുത്തുകയാണ്: നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? അതായത് നമ്മൾ ദൈവത്തിന്റെ ആലയം, ദൈവം വസിക്കുന്ന ഇടം, അതായത് ദേവാലയം അല്ലെ. പ്രത്യേകിച്ച് മാമോദീസ വഴി, സ്ഥൈര്യലേപനം വഴി ഇത് കുദാശ ചെയ്തതല്ലേ സഹോദരങ്ങളെ. ഈ കുദാശ ചെയ്ത് നമ്മുടെ ശരീരത്തിൽ പിശാച് ശരിക്കും വെറുപ്പ്, വൈരാഗ്യം, പിന്നെ അസൂയ, മ്ലേച്ഛത, അശുദ്ധി, ഇറ്റ് ഡ്രാഗ്സ് മീ. കഴിഞ്ഞ ദിവസം ഒരു യുവാവച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ട്, എൻ്റെ അച്ഛൻ എനിക്ക് നല്ല വിശുദ്ധിയിലും കൃപയിലൊക്കെ ജീവിക്കണം ആഗ്രഹമുണ്ട്, പക്ഷെ പിശാച് എന്നെ ശരിക്കും പാപത്തിലേക്ക്, പാപസുഖങ്ങളിലേക്ക് മാടി വിളിക്കുമ്പോൾ ഞാൻ ശരിക്കും അങ്ങോട്ട് ഇല്ലാതായി പോവാണ് അച്ഛാ. ആ വിളി കേട്ട് അങ്ങനെ അങ്ങോട്ട് പോവാണ്. നമുക്ക് ചിലപ്പോഴെങ്കിലും നമുക്ക് ഈ ഒരു ബോധ്യം നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ ശരിക്കും പ്രിയ സഹോദരങ്ങളെ, കൂദാശയിലൂടെ, പ്രത്യേകിച്ച് മാമോദീസയിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ കർത്താവ്, നമ്മൾ സാധാരണ ഒരു ദേവാലയം കുദാശ ചെയ്യാന്ന് പറയില്ല, അതുപോലെ നമ്മുടെ ശരീരത്തെ കുദാശ ചെയ്തിട്ടുണ്ട്. ഈ ശരീരത്തെയാണ് ദൈവം കോൺസെക്രേറ്റ് ചെയ്തതിനെ പിശാച് ഡെസക്രേറ്റ് ചെയ്യാന്ന് പറയില്ലേ, നശിപ്പിച്ച് കളയാന്ന് പറയില്ലേ. ഇന്ന് അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു തിന്മയിലേക്ക് ഒരു ചെറിയൊരു ആരും ഹൂ എന്ന് പറഞ്ഞ് ഊതി കഴിഞ്ഞാൽ അപ്പം തന്നെ കെട്ടിമറിഞ്ഞ് നമ്മൾ വീഴത്തക്ക വിധത്തിൽ അത്രമാത്രം നമ്മൾ ശരിക്കും ആത്മീയ മേഖലയിൽ നമ്മൾ ദുർബലപ്പെട്ടു പോയി. ആർക്കും നമ്മളെ വഴിതെറ്റിക്കാവുന്ന ഈ ഒരു കുട്ടി പിശാച് ഒന്ന് ചെറിയൊരു പ്രലോഭനം തന്നു കഴിഞ്ഞാൽ വേഗം എടുക്കുന്നു. വെറുപ്പിൻ്റെ ആയിരിക്കാം, വൈരാഗ്യത്തിൻ്റെ ആയിരിക്കാം, മ്ലേച്ഛതയുടേതായിരിക്കാം, അശുദ്ധിയുടേതായിരിക്കാം, ജഡിക പാപത്തിൻ്റെതായിരിക്കാം, ലൈംഗിക ആസക്തികളുടേതായിരിക്കാം. പ്രിയ സഹോദരങ്ങളെ, ശരിക്കും അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവെ, പാപപ്രലോഭനങ്ങൾ വരുമ്പോൾ ഫൈറ്റ് ചെയ്യാൻ വേണ്ട. ആ സമയത്ത് യേശുവേ നമ്മൾ തന്നെ ആശ്രയിച്ച് കഴിഞ്ഞ് നമ്മൾ വീണ് പോകും സഹോദരങ്ങളെ. യേശുവേ എന്നെ സഹായിക്കണേ, ഈശോയെ എന്ന് ആവർത്തിച്ച് പറയുക. ആപത്തിൽ നാം വിളിച്ചപേക്ഷിക്കേണ്ട നാമമാണ് യേശു എന്ന നാമം. ഈശോയെ ഇത് നിന്റെ ശരീരമാണ് ഈശോയെ, ഇത് ഉയർപ്പിക്കപ്പെടേണ്ട ശരീരമാണ് ഈശോയെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ഈശോ ചോദിക്കുകയാണ് നമ്മളോട്, കർത്താവേ, ഈ വചനത്തിന്റെ ഉൾപ്പൊരുൾ ഞങ്ങൾക്ക് നൽകണമേ. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.